ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു ട്രിപ്പിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ടു കർണാടക. അപ്പം നോക്കാം. ഞങ്ങൾ രാവിലെ 8 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. ഞങ്ങൾ ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. ദോശയ്ക്ക് അത്യാവശ്യം നല്ല പുളി ഉണ്ടായതുകൊണ്ട് തന്നെ മോൻ കഴിച്ചില്ലായിരുന്നു. അവിടെ വേറെ ചപ്പാത്തിയോ പൂരിയോ ഒന്നും ആയിട്ടും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോകുന്ന വഴി മോൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് മോൻ ഫുൾ ഉറക്കം തന്നെയായിരുന്നു. ഏകദേശം തമിഴ്നാടൊക്കെ എത്താറായപ്പോഴേക്കും ഞങ്ങളൊന്ന് കാറിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടാവാം ഇനി യാത്ര എന്ന് വിചാരിച്ചു. പോരാത്തിന് മോനും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. പിന്നെ വരുന്ന വഴിക്ക് കാറ് നിർത്താൻ പറ്റിയ കടകളും കുറവായിരുന്നു കേട്ടോ. യാത്രയിൽ കുറച്ച് ചുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് ലൈം ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കയറിയത്. ഇന്ന് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സർബത്തും സമൂസയാണ് ഓർഡർ ചെയ്തത്. അതേതായാലും അവൻ കഴിച്ചായിരുന്നു കേട്ടോ. ഏകദേശം തമിഴ്നാട്ടിലോട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ മാൻകൂട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കുരങ്ങന്മാരുണ്ട്. എന്നാലും കുരങ്ങന്മാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണല്ലോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും അടുത്ത് ലൈവായിട്ട് മാന കാണുന്നത്. പിന്നെ ഇതൊരു ടൈഗർ റിസർവ് ഏരിയയും കൂടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങളിൽ നിന്നും ഇറങ്ങരുത് എന്നുള്ള ബോർഡൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാമായിരുന്നു കേട്ടോ. ഞങ്ങളേതായാലും കാറിൽ നിന്ന് ഇറങ്ങിയുള്ള ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാറിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് ഇതുപോലെ മാനയൊക്കെ കണ്ടിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കാറ് നിർത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകും വഴി ടൈഗറിനെ ഒന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. മാൻ, ഒത്തിരി കുരങ്ങന്മാര്, ആന, മയില് ഇവയൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സർബത്ത് കുടിക്കാൻ കയറിയ ആ കടയിലെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് ഈ ടൈമിലൊന്നും ടൈഗർ ഇറങ്ങില്ല. ഇവയ്ക്ക് തണുപ്പ് അല്ലെങ്കിൽ രാത്രി ടൈമിലൊക്കെയാണ് ടൈഗറൊക്കെ ഇറങ്ങുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ കർണാടക സ്റ്റേറ്റ് എത്തിയിട്ടോ. കർണാടകയിലുള്ള ബന്ദിപ്പൂർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയുള്ള കൺട്രി ക്ലബ് എന്ന റിസോർട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങളിത് റിസോർട്ടിൽ എത്തിയിരിക്കുവാണ്. അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ റിസോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ റിസോർട്ട് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാ കുരങ്ങന്മാരുണ്ട്, സിംഹവാൽ കുരങ്ങുണ്ട്, മാനുണ്ട്, അങ്ങനെയൊക്കെ.
പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുതിർന്നവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ക്യാരം ബോർഡ്, ചെസ്സ്, ടേബിൾ ടെന്നീസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ റൂം എത്തിയിരിക്കുവാണ്. ഞങ്ങൾ ഏകദേശം 2 മണി ആയപ്പോഴേക്കും റിസോർട്ടിൽ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ സമയം പോയി. പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം പോയി ഫുഡ് കഴിച്ചായിരുന്നു. ഇവിടെ ഫുഡൊക്കെ ബുഫേ ആയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സഫാരിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ടൈം കഴിഞ്ഞു പോയായിരുന്നു. 2 മണിക്കും 4 മണിക്കും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് 6 മണിക്കോ 7 മണിക്കോ എന്തോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നാളെ രാവിലത്തെ സഫാരിക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മാന കണ്ടായിരുന്നു. അതിനാരോ കുമ്മട്ടിയിട്ട് കൊടുത്തിട്ട് അത് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പോകും വഴി വല്ലാണ്ട് ദാഹിച്ചായിരുന്നു. അപ്പൊ ഒരു കരിക്കിന്റെ കട കണ്ടായിരുന്നു. എങ്കിൽ പിന്നെ കരിക്ക് കുടിച്ചിട്ടാവാം ബാക്കി യാത്ര. ഇവിടെ എവിടെ നോക്കിയാലും മാൻകൂട്ടങ്ങളെ കാണാട്ടോ. നമ്മുടെ നാട്ടിലെ ആട്, പശു ഇവയൊക്കെ നമ്മൾ കാണുന്നത് പോലെയാണ് ഇവിടെയുള്ളവർ മാനിനെ കാണുന്നത്. ഇവിടെയുള്ളവർക്ക് മാനിനെ കാണുന്നത് അത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടൽപേട്ടിലുള്ള ഉടുപ്പി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. അത് കർണാടകയിലുള്ള ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ്. ഞങ്ങൾ കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയ ആ കടയുടെ മുന്നിൽ ഒരു 20 മിനിറ്റുള്ളൂ നേരെ പോയാലെന്നും പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു. പക്ഷെ പോയി പോയി ഏകദേശം 10-20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ഉടുപ്പി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് എത്തിയത്. ഇവിടുന്ന് നൂഡിൽസും പാവ് ബജിയും ചായയുമാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിനുശേഷം റിസോർട്ടിലോട്ട് തിരിച്ചായിരുന്നു. അപ്പോഴേക്കും രാത്രി ആയി കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ രാവിലെ ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിലൊരു മഞ്ഞൊക്കെ വരില്ലേ, അതുപോലെ. പിന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ ചൂടൊക്കെ തുടങ്ങുന്നത്. ചൂടുണ്ടെങ്കിലും നമ്മളുടെ നാട്ടിലുള്ള അത്രയും ചൂടൊന്നും അവിടെ ഇല്ല. എന്നിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. രാവിലെ എഴുന്നേറ്റിട്ട് സഫാരിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് തലേ ദിവസം കിടന്നത്. പക്ഷേ എഴുന്നേക്കലൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ അന്ന് തന്നെ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞതിന് ശേഷം നാട്ടിലോട്ട് തിരിക്കുകയും വേണമായിരുന്നു.
മോനിവിടെ വന്നപ്പോൾ തുടങ്ങിയ ഒരേ വാശിയായിരുന്നു കേട്ടോ. അവന് വെള്ളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവനെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറക്കിയത്. ഈ റിസോർട്ടിന് ചുറ്റും മൃഗങ്ങളൊക്കെ അകത്തോട്ട് കയറാതിരിക്കാനായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആനയൊന്നും റിസോർട്ടിന്റെ അകത്തോട്ടൊന്നും വരുന്നില്ല. പിന്നെ മാനൊക്കെ എവിടെയോ ഒരു ഗ്യാപ്പിൽ കൂടെയൊക്കെയാണ് കയറി വരുന്നത്. ഈ വരവില് ഏതായാലും ടൈഗർ, കരടി, കാട്ടുപോത്ത് ഇവയൊന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ. ചിലപ്പോൾ സഫാരിക്ക് പോയിരുന്നെങ്കിൽ കാണാൻ സാധിച്ചേനെ. ഇനി ഏതായാലും അടുത്ത വരവിനാവാം. ഒരു 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ലഞ്ചും കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ നാട്ടിലോട്ട് തിരിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സായി താഴെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നത് വരെ ബൈ.